പാന്റ് ഇട്ടിട്ടല്ലേ മോളെ പോലീസുകാർ തൊപ്പി വെക്കുക? മമ്മി പാന്റ് അയൺ ചെയ്യുവാ. ആലീസേ കഴിഞ്ഞില്ലയോടി? ഇപ്പൊ കൊണ്ടുവരാം. ടോം ആൻഡ് ജെറിക്ക് സമയമായി. SP പുന്നക്കാടൻ ഹിയർ. സാറേ നകുലന അരുൺകുമാർ കയർ ഫാക്ടറിയിലുണ്ട്. മാറോ? അയ്യോ കർത്താവേ, പുന്നക്കാടൻ പാന്റ് ഇടാതാണല്ലോ പോയിരിക്കുന്നത്. എന്നെ പിടിച്ച കൊലത്താന്ന് വിചാരിക്കണ്ട. മണിക്കൂറുക്കുള്ളിൽ ഞാൻ പുറത്തിറങ്ങും. പിന്നെ തന്നെ തല തൊപ്പി കാണത്തില്ല. എന്റെ അച്ഛൻ തിരുവമ്പാടി മാധവമേനോനെ കഴിഞ്ഞ 30 കൊല്ലമായിട്ട് ചിരക്കിയായിരുന്നില്ല രാഷ്ട്രീയത്തിന്. എടാ നിന്റെ തന്ത ആരായാലും, നിന്റെ തന്തയുടെ തന്ത ഏത് കൊമ്പനായാലും പുന്നക്കാടിന് പുല്ലടാ. 30 വർഷമായിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന നിന്റെ തന്ത എന്നെ മൂക്കി വലിച്ചു കയറ്റുന്നത് എനിക്ക് കാണണോടാ. എടുത്തിടലോ ഈ ചെറ്റ ജീപ്പില്. സാർ തൊപ്പി. താങ്ക് യു. യെസ് സാർ. മാധവ, എന്താടാ ഇത്? ഈ തറവാടിന്റെ അന്തസ് പോയില്ലേ? അച്ഛാ, അവൻ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാ. അച്ഛനറിയോ, മിനിസ്റ്റർ വിളിച്ച് പറഞ്ഞിട്ട് പോലും ആന്റണി പുന്നക്കാടൻ അവന് ജാമ്യം അനുവദിച്ചിട്ടില്ല. മനഃപൂർവ്വ അച്ഛന്റെ മടങ്ങി വരവിന് കാത്തിരുന്നത് പോലെ. ഗണേശനും മഹേന്ദ്രനും സ്റ്റേഷനിൽ തന്നെ നിൽക്കുക. അവന്റെ ദേഹത്തൊരു പോറൽ പോലും ഏൽക്കില്ല. സെല്ലടച്ചോ? എന്താടോ, തന്റെ പോലീസ് എന്റെ കുട്ടിയെ ചോദ്യം ചെയ്തു തുടങ്ങിയോ? ഇരിക്കെ. ദേഹോപദ്രവം പാടില്ല എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സർ. ഈ അറസ്റ്റിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് SP ആന്റണിയെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. വരില്ല സാറേ, വരില്ല. ആന്റണി പുന്നക്കാടൻ ഈ തറവാട്ട് വരില്ല. അതെന്താ? അതൊരു പഴയ ചരിത്രം സാറേ. ഒരു 10-18 കൊല്ലം പഴക്കമുള്ള ചരിത്രം. സാറിന് അറിയില്ല. ഈ ആന്റണി പുന്നക്കാടന്റെ അപ്പൻ ഒരു തഹസിൽദാരായിരുന്നു, ദേവസിക്കുട്ടി. ഒരിക്കൽ ഒരു കൈക്കൂലി കേസിൽ തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടു. തുടർന്നുള്ള അന്വേഷണത്തിൽ ദുരിതാശ്വാസ ഫണ്ട് വെട്ടിപ്പും മറ്റു 100 നൂലാമാലകളും പിന്നാലെ. കേസ് അച്ഛന്റെ കോടതിയിലാണ് വന്നത്. അപ്പം നിരപരാധിയാണെന്നും ഏതോ ഭൂമിയുടെ പാട് കേസിൽ ഈ മാധവൻ അയാളെ ചതിച്ചാണെന്ന് പറഞ്ഞ ആന്റണി പലവട്ടം ഈ വീട്ടുമുറ്റത്ത് വന്നു. അച്ഛന്റെ കാല് പിടിച്ചു അവന്റെ അപ്പനെ രക്ഷിക്കാൻ. തെളിവുകളെല്ലാം ദേവസിക്കുട്ടിക്ക് എതിരായിരുന്നു. 7 വർഷമായിരുന്നു ശിക്ഷ. ജയിലിൽ കിടന്ന് നരകിച്ച ആന്റണിയുടെ അപ്പം മരിച്ചെന്ന് പിന്നീട് അറിഞ്ഞു. അപ്പൊ പിന്നെ പക കാണാതിരിക്കുമോ ഞങ്ങളുടെ കുടുംബത്തോട്? അതൊന്നും എനിക്കറിയില്ല. ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ആന്റണി സത്യസന്ധനും സ്ട്രേറ്റ് ഫോർവേഡുമാണ്. ഓ, നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് പുന്നക്കാടൻ വലിയ ഹരിചന്ദ്രനായിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ക്രിമിനലാ, കാക്കിയിട്ട ക്രിമിനൽ. കുട്ടീഷ, DI സാർ വന്നിട്ടുണ്ട്. താൻ പോയി സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക. ബിസ്കിയോ ബ്രാൻഡിയോ? നിങ്ങൾ സാധാരണ പോലീസുകാർക്ക് ഇതിനല്ലേ കൊടുക്കാറുള്ളത്? ഞാൻ ചോദിച്ചിട്ട് എന്താ വേണ്ടത്? ഇവര് വന്നിട്ടുണ്ടോ? ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിക്കണല്ലോ. സാറേ, സാറന്മാർക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. എനിക്കറിയാം സാറന്മാർക്ക് എന്നോട് ദേഷ്യമാണെന്ന്. അത്രയ്ക്ക് മോശമായിട്ടാണ് ഞാൻ അന്ന് പെരുമാറിയത്. നിങ്ങൾക്കൊക്കെ അറിയാലോ, എനിക്ക് ഇത്തിരി ഗുളി കഴിക്കാഞ്ഞിട്ടാ ചിലപ്പം മറക്കും. ഞാൻ ഈ കാല് പിടിച്ച് മാപ്പ് പറയട്ടെ. അതൊന്നും വേണ്ട. എന്നാ പിന്നെ ഒരു ചായ ആവാല്ലേ? ആയിക്കോട്ടെ.
പാവം. എന്താടാ നിനക്ക് കാപ്പി കുടിച്ചിറങ്ങില്ലേ? ചിന്നസ്വാമി, പെരിയസ്വാമി, സ്വർണമേ. മുറ്റത്ത് പോലീസുകാർ വരുമ്പോ ഒരൊറ്റ വലിയകാരൻ മഷിട്ട് നോക്കിയാൽ കിട്ടില്ല. ഇവരെന്താ കള്ളന്മാരാ? ഏയ്, കള്ളന്മാരാണെങ്കിൽ പോലീസുകാരായിട്ട് നല്ല ബന്ധം ഉണ്ടാവില്ല. ഈ പോലീസുകാരെ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ഈ വീട്ടുകാർക്ക് സംശയം ഉണ്ടാവും. എന്ത് സംശയം ഉണ്ടാവാനായിട്ട്? നമ്മൾ ഓടി കിടന്ന് പണിയെടുക്കണമെന്ന് വീട്ടിലുള്ളവർ കരുതിക്കോളൂ. അപ്പൊ നീ അല്ലടാ പൂട്ടെ പറഞ്ഞ ചെറുക്കൻ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ മുഴുവൻ ആ കേസിന്റെ പുറകെ പോകുന്നു. എന്റെ കർത്താവേ, ഇപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായി. ആദ്യമൊക്കെ സാധാ പോലീസുകാരായിരുന്നു, ഇപ്പൊ തലപ്പത്തുള്ളത് മൊത്തം ഇളകി വന്നോണ്ടിരിക്കുക. ആ കുട്ടികൃഷ്ണൻ മരം വണ്ടരും പോകാനായത് നമ്മുടെ ഭാഗ്യം. അല്ലെങ്കിൽ നമ്മൾ പണ്ടേ പിടിക്കപ്പെട്ടനെ. അതെ, 3-4 ദിവസം കൂടി പിടിച്ചു നിന്നേ പറ്റൂ. ആക്രിക്കാരൻ ഉപ്പായി രാത്രി വണ്ടിയുമായിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ഓട്ടുപാത്രങ്ങൾ മുഴുക്കെ നമുക്ക് തൂത്തു വാരണം. നാളെ രാത്രി നിലവറ നിലവറ പൊളിഞ്ഞു. കള്ളന്മാരെ, നിങ്ങളെ ഞാൻ ശരിയാക്കി തരാടാ. പോലീസിനെ കേസ് കൊടുക്കും. കണ്ടില്ലേ സാറേ, പാവം പണിക്കാരായിട്ട് ഉപദ്രവിക്കാം. ഇന്ന് ഇളക്കം ഒത്തിരി കൂടിയിട്ടുണ്ടെന്നാ തോന്നണേ. ഞാൻ ചെന്ന് 2 പൊട്ടിക്കട്ടോ സാറേ. എനിക്ക് വേറെ ജോലിയില്ലേ? നീ വേണോ? മാറി നിന്ന്. ഇവിടെ മൊത്തം കള്ളന്മാരാ സാറേ. എനിക്കൊരു കാര്യം പറയാണ്ട്. ഇവിടെ അടുക്കളയില് കുട്ടി കൃഷ്ണ അകത്ത് പോവാതിരിക്കാനാണ് ഞാൻ പറയാന്ന് പറഞ്ഞത്. ഞാനൊന്ന് പറയട്ടെ. പോകുമ്പോ ഒന്ന് മാത്രല്ല എല്ലാം. എനിക്ക് ഈ ജഡ്ജി അദ്ദേഹത്തിനോട് സത്യം പറയണം. സാർ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ഞാൻ പറയാം. ക്രൂഡ് ക്രിമിനൽസ് വരെ ജാമ്യം അനുവദിക്കുന്ന ഈ രാജ്യത്ത് നിരപരാധിയായ ഒരു പയ്യൻ എന്തുകൊണ്ട് ജാമ്യം നിഷേധിച്ചു എന്നുള്ളത് താൻ പറയണം. ഈ കേസുമായിട്ട് എന്റെ മോന് യാതൊരു ബന്ധമില്ലെന്ന് തെളിഞ്ഞാൽ ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടു പോയ മാനം അത് തിരിച്ചു തരാൻ കഴിയുമോ എനിക്ക്? പറയടോ. ഇത്രയും റെപ്യൂട്ടഡ് ആയ ഒരു ഫാമിലി മെമ്പറെ അറസ്റ്റ് ചെയ്യുമ്പോൾ DIG എന്ന നിലയിൽ എന്നോടൊന്ന് ആലോചിക്കാമായിരുന്നു. സാർ ഇപ്പൊ പറഞ്ഞ റെപ്യൂട്ടഡ് ഫാമിലി മെമ്പേഴ്സിന്റെ സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻസിന് മറുപടി പറയിക്കാനാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? നോ, കേസിന്റെ ഡീറ്റെയിൽസ് അറിയുന്നതിനാണ്. കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഓഫീസിലേക്ക് അയച്ചിരുന്നു. ഡിപ്പാർട്ട്മെന്റിനല്ല, എനിക്കാണ് അറിയേണ്ടത്. സോറി, അറസ്റ്റ് ചെയ്യപ്പെട്ട കുറ്റവാളിയുടെ തറവാട്ടിൽ ചെന്ന് കാര്യകാരണങ്ങൾ വിശദീകരിക്കണമെന്നുള്ള ഓർഡർ എന്റെ സുപ്പീരിയർ ഓഫീസേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. മിസ്റ്റർ DIG, he is insulting me. നീതിപീഠത്തിന്റെ ഉന്നത പദവിയിലിരുന്ന സുപ്രീം കോടതി ജസ്റ്റിസ് ആണ് ഇദ്ദേഹം. അന്നി താൻ എക്സ്പ്ലനേഷൻ കൊടുത്തേ പറ്റൂ. ഇറ്റ്സ് ആൻ ഓർഡർ. സർ. ഹരീഷ് സർ, ബാംഗ്ലൂർ മെഡിക്കൽ കോളേജ് സ്റ്റുഡന്റിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസ് ഇഷ്യൂ ചെയ്തതാണ് അങ്ങയുടെ കൊച്ചുമകൻ അരുണിന്റെ പേരിലുള്ള ഫസ്റ്റ് വാറന്റ്. കൊല്ലപ്പെട്ട സ്റ്റുഡന്റിന്റെ ശരീരഭാഗങ്ങൾ 3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് കണ്ടെടുത്തത്. തല ബാംഗ്ലൂർ, ഉടൽ കോയമ്പത്തൂർ, കൈകാലുകൾ ഇവിടുത്തെ തോപ്പുംപടി പാലത്തിനടിയിൽ നിന്ന്. കർണാടക പോലീസിന്റെ റിക്വസ്റ്റ് പ്രകാരം DGP കൃഷ്ണമൂർത്തി സാറാണ് ഈ കേസ് എനിക്ക് കൈമാറിയത്, വാറന്റ് സഹിതം. ഇനി മറ്റൊരു ഇൻഫർമേഷൻ കൂടി. അരുൺ നിങ്ങളുടെ ഫാക്ടറിയിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ടെന്നുള്ള വിവരം പോലീസിന് നൽകിയത് ഈ വീട്ടിലെ തന്നെ ലാൻഡ് ലൈനിൽ നിന്നാണ്. ഓഹോ, അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. കള്ളൻ കപ്പലിലല്ല, ഈ തറവാട്ടില്. പറയാൻ സമ്മതിക്കണ്ടേ? വേണ്ട, ഞാൻ പറയണില്ല. ഒന്നങ്ങോട്ട് പോകും. നാളെ കോടതിയിൽ ഞാൻ ഹാജരാക്കാൻ പോകുന്ന FIRന്റെ കോപ്പിയാണത്. ഗവൺമെന്റ് ഫയൽ തലേന്ന് തന്നെ കയ്യിൽ കിട്ടിയാൽ FIRലെ ലൂപ്പോൾസ് കണ്ടെത്തി ബെയിലിനുള്ള വകുപ്പുകൾ അങ്ങേക്ക് ചുളിവിൽ കണ്ടെത്താം. ഇതിനു വേണ്ടിയുള്ള പ്രഹസനമാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതിന്റെ പിന്നിലെങ്കിൽ പ്ലീസ് സർ, യു ക്യാൻ ടേക്ക് ഇറ്റ്. നോ, വെറും സംശയത്തിന്റെ പേരിൽ നിങ്ങൾ ചാർജ് ചെയ്ത കേസിൽ നിന്ന് എന്റെ പേരക്കുട്ടിയെ രക്ഷിക്കാൻ എനിക്ക് സർക്കാർ ഫയൽ പഠിക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കാൻ എനിക്കറിയാം. പോലീസ് ആക്ട് 48C പ്രകാരം പ്രതിയെ ട്രാൻസിറ്റ് കോടതിയിൽ നാളെ ഞാൻ ഹാജരാക്കും. ബെയില് സാറ് വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ആയിരിക്കില്ല. കൊലപാതക ദൃശ്യം നേരിൽ കണ്ട മെഡിക്കൽ കോളേജിലെ ഡോക്ടർ വിനോദ് ഭാസ്കർ, വിറ്റ്നസ് നമ്പർ 1. കാറിൽ കൊണ്ടുവന്ന ബോഡിയുടെ ഒരു ഭാഗം പാലത്തിന് മുകളിൽ നിന്ന് വലിച്ചെറിയുന്ന ദൃശ്യം കണ്ട വിറ്റ്നസ് നമ്പർ 2, വള്ളക്കാരൻ ഖാദർ. ഫർദർ ഇൻവെസ്റ്റിഗേഷന് കർണാടക പോലീസിന് പ്രതിയെ കൈമാറാൻ ഇതിൽ പരം എന്ത് തെളിവാണ് സർ വേണ്ടത് കോടതിക്ക്? താൻ ആരെയാണ് നിയമം പഠിപ്പിക്കുന്നതെന്ന് അറിയാവോ? വേണോ, അയാളുടെ വിശ്വാസം അയാളെ രക്ഷിക്കട്ടെ.
എങ്കിലും ഒന്നെനിക്ക് തന്നോട് പറയാനുണ്ട്. പഴയ കണക്കുകൾ തീർക്കാൻ വേണ്ടി ഈ യൂണിഫോമിന്റെ അന്തസ്സും മാന്യതയും കളയരുത്. അതിനെന്ത് കണക്കാണ് സാർ നമ്മൾ തമ്മിൽ ബാക്കിയുള്ളത്? അങ്ങയുടെ സഹപാഠിയും അയൽവാസിയുമായിരുന്ന എന്റെ അപ്പച്ചൻ ദേവസിക്കുട്ടിയുടെ കണക്ക് പുസ്തകമാണ് അങ്ങിപ്പോ തുറന്നതെങ്കിൽ തെറ്റി. അന്ന് എന്റെ അപ്പച്ചന് കിട്ടേണ്ട നീതിക്ക് വേണ്ടി അങ്ങയുടെ കാൽക്കൽ ഞാൻ വീണപ്പോ അങ്ങ് എന്നോട് പറഞ്ഞ വാക്കുകൾ ദൈവവചനങ്ങളായി ഇപ്പോഴും എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. നിയമത്തിന് മുന്നിൽ ഞാൻ എന്ന വ്യക്തിയില്ല, സ്വന്തമില്ല, ബന്ധമില്ല, സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളുമാണ് ആധാരമെന്ന്. അന്ന് എനിക്ക് പണവും സ്വാധീനവും ഉണ്ടായിരുന്നെങ്കിൽ തെളിവുകളും സാക്ഷിമൊഴികളും നിരത്തിയനെ ഞാൻ അങ്ങേക്ക് മുന്നിൽ. പ്രതിസ്ഥാനത്ത് പക്ഷേ നിരപരാധിയായ എന്റെ അപ്പച്ചനാകുമായിരുന്നില്ല, ഈ നിൽക്കുന്ന മാധവനായിരുന്നിരിക്കും ഉണ്ടാവുക. അങ്ങയുടെ വിധിയിൽ ജയിലിൽ കടന്ന് നരകിച്ച് മരിച്ച് എന്റെ അപ്പച്ചന്റെ ആത്മാവ് പോലും വരില്ല ഈ മുന്നിൽ പഴയ കണക്കുകൾ എടുത്ത് കൂട്ടിക്കഴിക്കാൻ. അന്ന് എന്റെ അപ്പച്ചനോട് കാണിച്ച നീതിമാന്റെ മനസ്സ് പൗത്ര സ്നേഹത്താൽ അങ്ങേക്കിപ്പോഴും കൈമോശം വന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വിശ്വസിക്കുന്ന തത്വങ്ങളിൽ മുറുകെ പിടിച്ച് ഉറച്ച നിലപാടെടുക്കുന്നവർക്ക് ജീവിതത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുപോലൊന്നായി ഇതിനെയും കണ്ടാ മതി. സോറി സർ. ഷലായി? ഒന്നിങ്ങനെ വന്നേ. അതെ, പണ്ട് നിങ്ങളുടെയൊക്കെ പിന്നാലെ ഏട്ടാന്നും സാറേന്നും വിളിച്ചു നടന്നിരുന്ന ആ പാവം പയ്യനല്ല ഞാനിപ്പോ. ഒരു IPS കാരനോട് എടോ പോടോ എന്നൊക്കെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ തൂക്കിയെടുത്ത് അകത്തിട്ട് കീറ്റിക്കളയും ഞാൻ. ഏട്ടൻ ബാലനോടും പറഞ്ഞേക്ക്. ഒരു ഓട്ടോക്കാരൻ 4-5 തവണ രമേശേട്ടനെ അന്വേഷിച്ചു വന്നിരുന്നു. നേരിട്ട് കണ്ട് പറയേണ്ട കാര്യമാണെന്നാ പറഞ്ഞേ. ഒരു സ്ത്രീയും മോളും ഉണ്ടായിരുന്നു ഓട്ടോയില്. കഴിക്കുന്നില്ലേ? വേണ്ട. നാണിയമ്മേ, എല്ലാം എടുത്ത് വെച്ചോളൂ. നിനക്കേ കാണിച്ചു തരാടാ വൃത്തികെട്ടവൻ. ഞാൻ ഒരു ഉണ്ണിയപ്പോ എടുത്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും എത് കിടന്നേ? ആ ഗേറ്റിന്റെ വിടവിലൂടെ ഒരുത്തൻ എന്നെ ലൈൻ അടിക്കണു. തള്ളേ നിങ്ങളെ. ഞാൻ മുറ്റടിക്കും, അവൻ ലൈൻ അടിക്കും. ഞാൻ മുറ്റടിക്കും, അവൻ ലൈൻ അടിക്കും. നീ ഒന്ന് പോയി നോക്കിയേ ആ ചെറ്റ ആരാണെന്ന്. ആരടാ കൂതറ? ഇപ്പൊ കാണിച്ചു തരാം. കുഴിയിലോട്ട് കാലം നീട്ടി ചാക്കാലുകളും മറ്റു സ്വപ്നം കണ്ടോണ്ടിരിക്കണ ആ കേട്ട് കളവിയ ആരടാ അപ്പുറത്തുനിന്ന് ലൈനുകൾ മറ്റു അടിക്കണത്? തള്ളേ, നീ ഇന്നലെ വന്ന തിരുവനന്തപുരത്താറ് ഓട്ടോക്കാരനാടേ. ഓ തന്നെടേ, ഞാൻ ഇന്ന് വക്കീലിനെ കണ്ടിട്ടേ പോവും. നീ പോവും, പക്ഷെ ഇന്ന് നീ വക്കീലിനെ കാണൂല. ഞാൻ കണ്ടേ പോവും. എന്നാ നീ കൊണ്ടേ പോവും. മെലപ്പാല് കുടിച്ചവരാണ് കേട്ടോറന്നില്ലെങ്കിൽ നീ എന്തിനോടെ പട്ടീന്റെ കുഞ്ഞമ്മേരെ മാപ്പിള തന്നെ. എന്താണ് അവിടെ ഒരു ബഹളം? ഇന്നലെ സാറിനെ കാണാൻ വേണ്ടി കൂടെ കയറി ഇറങ്ങിയ ഓട്ടോക്കാരൻ പൈലില്ലേ, ഇന്ന് സാറിനെ കണ്ടിട്ടാ പോളെന്ന് പറഞ്ഞിട്ട് കൂടെ കിടന്ന് തൊള്ള ഇറക്കണേ. നീ ഗേറ്റ് തുറക്ക്. സമ്മതിക്കില്ല, ഞാൻ വരട്ടി വിട്ടന. പൊളന്നോണ്ട് കയറി വരി. പൊളന്നോണ്ട് കയറി പോണ്. നമസ്കാരം സാർ. താനാരാ? എന്താ വേണ്ടേ? എന്റെ പൊന്ന് സാറേ, ഇന്നലെ ഉച്ച മുതലേ ഞാൻ സാറിനെ തപ്പി നടക്കുക. എന്തിന്? എന്റെ കഷ്ടകാലത്തിന് ഇന്നലെ രാവിലെ ഒരു അമ്മയും മോളും എന്റെ ആട്ടോയിൽ കയറിയതാ. പിന്നെ ഇറങ്ങിയിട്ടേ ഇല്ല, ഇറക്കി വിടാനും പറ്റിയിട്ടില്ല. സാറിന്റെ വീടും പോലീസ് സ്റ്റേഷനുമായിട്ട് മാറി മാറി കയറി ഇറങ്ങി നടക്കുക. സാറിനെ കാണാണ്ട് അവര് പോവില്ലാന്ന്. അവരെ എന്റെ ആട്ടോയിൽ നിന്ന് കുടിയൊഴിപ്പിച്ചു തരണം. ഞാൻ അവരെ വിളിച്ചോട്ടെ സാർ? ഓ ദൈവം രക്ഷിച്ച്. അമ്മച്ചി പെങ്ങളെ ഇറങ്ങ്, വക്കീലിനെ തപ്പിയെടുത്ത്. ഇനി സാറിന് വല്ല കയ്യബദ്ധവും സത്യമായിട്ടും ആയിരിക്കില്ല. അതാ വക്കീൽ അദ്ദേഹം പറഞ്ഞോളൂ. സാറ് ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങൾ ആരാ? എന്താ പ്രശ്നം? മംഗലാപുരത്താ ഞങ്ങളുടെ താമസം. എന്റെ ഏട്ടൻ ചെറിയൊരു കച്ചവടക്കാരനാ. 2 ദിവസം മുൻപ് മലഞ്ചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കൊച്ചിയിൽ വന്ന ഏട്ടൻ പിന്നെ തിരിച്ചു വന്നില്ല. അന്വേഷിച്ചപ്പോ ഏതോ ജഡ്ജിയുടെ പേരക്കുട്ടിയെ കൊന്ന കേസില് ഏട്ടനെ പോലീസ് പിടിച്ചോന്ന് കേട്ടു. സാർ, എന്റെ മോൻ ഒരു ഉറുമ്പിനെ പോലും നോയിക്കാത്തവനാ. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ CI ജയചന്ദ്ര സാറാ പറഞ്ഞ് സാറിനെ കണ്ട എന്റെ ഏട്ടനെ പുറത്തിറക്കാൻ കഴിയുന്നു. ഞങ്ങള് പാവങ്ങളാ സാറേ, ആരും ഇല്ലാത്തവരാ, സഹായിക്കണം. സഹായിക്കാനൊന്നും എനിക്ക് പറ്റില്ല. കൊല്ലപ്പെട്ട പയ്യനും കുടുംബവും എനിക്ക് വേണ്ടപ്പെട്ടവരാ. നിങ്ങൾ പോ. എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല സാറേ. ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞങ്ങള്. എന്റെ മോൻ ഒരു പാവമാണ് സാറേ. പാവമാണ് നിങ്ങളുടെ മോനെ കോടതി വെറുതെ വിട്ടോളൂ. സാറും ഇവരെ കൈയൊഴിഞ്ഞാൽ നാളെ 2 ശവങ്ങൾ റെയിൽവേ ട്രാക്കിലോ കുളത്തിലോ കാണും. അങ്ങനെ ഒരു അവസ്ഥയല്ലേ സാർ ഇവര്?
എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല സാറ്. ഈ അമ്മയും മോളെയും വഴിയാതാരാക്കരുത്. സാറിന്റെ സ്വന്തം അമ്മയെ പോലെ കരുതി സഹായിക്കണം. ഒന്നിങ്ങി വന്നേ. എന്താ ചെയ്യാ? വർഷങ്ങൾക്ക് മുൻപ് ജഡ്ജി വിശ്വനാഥൻ സാറിന്റെ വീടിന് മുന്നിൽ സഹായം അഭ്യർത്ഥിച്ച് തൊഴുകയോടെ നിന്ന് രമേശേട്ടന്റെ അമ്മയെ പറ്റി എപ്പോഴും പറയാറില്ലേ? അമ്മയുടെ ആ മുഖം ഇവരെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത്. ഏതായാലും ഞാൻ ആ CA ജയചന്ദ്രൻ ഒന്ന് കാണട്ടെ. താൻ ഇവരെയും കൂട്ടി സ്റ്റേഷനിലേക്ക് വാ. ഓ, ഞാൻ പറഞ്ഞിട്ടാ ഭവാനിയമ്മ മോളും മിസ്റ്റർ രമേശിനെ കാണാൻ വന്നത്. SP പുന്നക്കാടൻ കൊലയാളി എന്ന പേരിൽ അറസ്റ്റ് ചെയ്ത ദേവനെ എനിക്കറിയാം. ഒരു പഞ്ചപാവമാണ്. അയാൾക്കൊരിക്കലും ഇങ്ങനെ ഒരു മേഡർ നടത്താനാവില്ല, എനിക്കുറപ്പാ. ഒന്നാമത് പാമ്പിന്റെ പകയാണ് പുന്നക്കാടൻ. അരുൺകുമാർ കൊല്ലപ്പെടുന്ന അർദ്ധരാത്രി സമയത്ത് യാദർച്ഛികമായി SP പുന്നക്കാടൻ അവിടെ വരിക, കൊലപാതകം നേരിട്ട് കാണുക, പ്രതിയെ കൈയോടെ കസ്റ്റഡിയിലെടുക്കുക. എനിക്കെന്തോ സംശയം തോന്നുന്നു. എന്ത് സംശയം? അതൊരു പക്ഷേ എന്റെ മാത്രം സംശയമാകാം. ഇവിടുത്തെ ക്രിമിനൽസുമായി അടുത്ത ബന്ധമുള്ള ആളാ ഈ പുന്നക്കാടൻ. പുന്നക്കാടന്റെ താല്പര്യപ്രകാരമാണ് ഈ മേഡർ നടന്നതെങ്കിലോ? എന്നിട്ട് യഥാർത്ഥ പ്രതിയെ രക്ഷപ്പെടുത്താൻ ദേവനെ മനഃപൂർവ്വം കുടുക്കിയതാണെങ്കിലോ? ഞാൻ പറഞ്ഞത് രമേശ് മനസ്സിൽ വെച്ചാൽ മതി. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, താങ്കൾ വിചാരിച്ചാൽ ഒരു നിരപരാധിയെ രക്ഷിക്കാൻ കഴിയും. താങ്കൾക്കേ അതിന് സാധിക്കൂ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെല്ലക്കിളി വിഷമിക്കണ്ടേ? ചെല്ലക്കിളിയുടെ സ്വന്തം ചേട്ടന്റെ കേസാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയാണ് ഇന്നലെ തന്നെ വക്കീൽ സാറിന് ഉറങ്ങാൻ വിടാതെ കേസ് ഇട്ട് ലേറ്റടിപ്പിച്ചനെ. കാരണം ചെല്ലക്കിളി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വെറുതെ കുറവല്ലേ നിന്റെ സാറ് വരണോ? ഈ സാറ് പ്രണയിക്കാനും താമസിക്കൂല. നിങ്ങൾക്ക് ദേവനെ കാണണോ? കാണണം സാർ. താൻ ഇവരെയും കൂടി സബ്ജക്റ്റിലേക്ക് വന്നത്. വാമോളെ, വഴി പറഞ്ഞു കൊടുക്കാൻ ഞാൻ ഇവരോട് ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് വരാം. തള്ള ചെല്ലക്കിളി ഒട്ടി ഇരുന്ന് പോവാ. അമ്മച്ചി കയറാൻ പറ്റ പെങ്ങൾ ആദ്യം കയറി. എനിക്ക് കുഴപ്പമില്ല, ഇനി അമ്മച്ചി കയറ്. അതെ, ഇനി നീ കയറിക്കോ. ഞാൻ ഇനി എന്തെടുപ്പ ഓട്ടക്കാരന്? ഈ കളവീരെ അടുത്തിരിക്കുന്നാലും ഭേദം എനിക്ക് ആ പാളയത്തുള്ള സ്റ്റാച്ചുവിന്റെ അടുത്ത് നിന്നിരുന്നാ പോരെ. ഇനി നിങ്ങൾ പോയി, ഞാൻ കാറ് വരാം. ഈശ്വര, അവർക്ക് വഴി തട്ടണേ. തള്ള കാറ് പോയി. ഇനി ഇതിൽ വരാം. തള്ള കാറും പോയി, ആട്ടോയും പോയി. മര്യാദയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ നിന്നോ ഇപ്പൊ വഴിയാതാരായി. ദേവ, നിന്നെ കാണാൻ അമ്മ അനിയത്തിയും വന്നിട്ടുണ്ട്. കൂടെ അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാരും. രമേശ് നമ്പ്യാരാണ് വക്കീലെങ്കിൽ നീ രക്ഷപ്പെട്ടു. വാ. ഞാൻ അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാർ. സർ, ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ. എന്റെ മോനെ, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത നിനക്ക് എങ്ങനെയായി ഗതി വന്നത്? നിന്നെ പോലീസ് പിടിച്ചെന്ന് കേട്ടപ്പോ മുതല് ഏട്ടനെ കാണണമെന്ന് പറഞ്ഞ് കരയായിരുന്നു. കരയല്ലേ മോളെ, കരയല്ലേ. മോനെ, നിന്നെ പോലീസുകാർ ഒരുപാട് ഉപദ്രവിച്ചോ? എന്റെ ഏട്ടനെ ആരാ ചതിച്ചത്? നിങ്ങൾ ഇങ്ങനെ കരഞ്ഞോണ്ട് നിന്നാൽ അനുവദിച്ച സമയം തരും. എനിക്ക് ദേവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ കുറച്ചു നേരം മാറി നിൽക്ക്. എന്താണ് സംഭവിച്ചത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. പിന്നെ എങ്ങനെ നിങ്ങൾ കേസിൽ പ്രതിയായി? ആപത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് സംഭവിച്ചതാ. തെളിച്ചു പറയൂ. ആ പയ്യൻ കൊല്ലപ്പെട്ട ദിവസം രാത്രി 12 മണിയുടെ ട്രെയിന് ഞാൻ മംഗലാപുരത്ത് പോകാനിരിക്കുകയായിരുന്നു.
താമസിച്ചിരുന്ന മുറി ഒഴിഞ്ഞു കൊടുത്ത് ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച മലഞ്ചരക്ക് സാധനങ്ങളൊക്കെ 2-3 ചാക്കിൽ കെട്ടി ലോഡ്ജിന്റെ മുന്നിൽ വെച്ച് ഒരു ഓട്ടോ പിടിക്കാനായി ഞാൻ റോഡിലേക്ക് ഇറങ്ങി. ഓട്ടോയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്നൊരു അലർച്ച കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ 2-3 പേർ ചേർന്ന് ഒരാളെ ആക്രമിക്കുന്നതാണ് ഞാൻ കണ്ടത്. അടുത്തേക്കെത്തിയ എന്നെ കണ്ടപ്പോൾ തന്നെ അവർ ഓടി രക്ഷപ്പെട്ടു. നെഞ്ചിൽ തറച്ച കത്തിയുമായി പിടയുന്ന ആളെ ചേർത്ത് പിടിച്ച് ഞാൻ കുത്തിയ കത്തി വലിച്ചൂരി. അയാളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനായി അതുവഴി വന്ന വാഹനത്തിന് ഞാൻ കൈ കാണിച്ചു. അതൊരു പോലീസ് വണ്ടിയായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് SP സാറും. സാർ, അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ഊരിപ്പിടിച്ച കത്തിയുമായി നിൽക്കുന്ന ഞാൻ കൊലയാളിയായി. ഞാനല്ല ആ കൊല ചെയ്തെന്ന് എത്ര പറഞ്ഞിട്ടും അദ്ദേഹം അംഗീകരിച്ചില്ല. അപ്പോഴേക്കും ആ പയ്യൻ മരിച്ചിരുന്നു. കൊലയാളി കുത്തിയ കത്തി നിരപരാധി വലിച്ചൂരുക, അത് കണ്ടുനിന്നയാൾ നിരപരാധിയെ കൊലയാളിയായി ചിത്രീകരിക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേസിൽ ദൃക്സാക്ഷി ഒരു സാധാരണക്കാരനല്ല. ഹീസ് എ പോലീസ് ഓഫീസർ. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അയാൾ അടച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും ഞാനല്ലാതെ മറ്റാരുമില്ല. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല സാർ. സമയം കഴിഞ്ഞു. സാറിന് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? സാറൊന്നും പറഞ്ഞില്ല. സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ദേവനെതിരാണെങ്കിലും നമ്മുടെ അരണ്ണെ കൊന്ന അയാളല്ല. ഒരു നിരപരാധി ശിക്ഷിക്കപ്പെട്ടാൽ രക്ഷപ്പെടുന്നത് യഥാർത്ഥ കുറ്റവാളിയാണ്. അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ ദേവൻ എന്ന നിരപരാധി രക്ഷപ്പെട്ടേ മതിയാവും. സാറെന്ത് പറയുന്നു? നിനക്ക് ശരിയും തോന്നുന്നു ചെയ്യുക. എനിക്ക് നിന്നെയാണ് വിശ്വാസം. താങ്ക് യു സർ. അന്ന് കോടതിയിൽ നിന്ന് ഡോക്ടർ വിനോദ് ഭാസ്കറിനെ തട്ടിക്കൊണ്ടുപോയത് ഇയാളാണ് സർ. പറയടാ, ആര് പറഞ്ഞിട്ടാ നീ ഡോക്ടർ വിനോദ് ഭാസ്കറിനെ തട്ടിക്കൊണ്ടുപോയത്? അത് പറയാം. ഇനി എന്നെ തല്ലല്ലേ സാറേ, ഞാൻ ചത്തുപോവും. അയാളെ എവിടെയാ നീ ഒളിപ്പിച്ചത്? അത് പറയടാ. അത് ഒന്ന് പറഞ്ഞടാ പൊന്നു. വക്കീലല്ലേ? പ്ലീസ് കം. ദേവി കോഫി എടുക്കും. നോ താങ്ക് യു. ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന വക്കീലിന്റെ സഹോദരിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയെന്നും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന സമയത്താണ് അരുൺകുമാറിന് ജാമ്യം എടുക്കുവാൻ വേണ്ടി വന്നതെന്നും അന്ന് അവിടെ കേട്ടിരുന്നു. അതെ, അതിനെന്താ? അന്ന് വക്കീലിന്റെ സഹോദരിക്ക് എന്ത് ആക്സിഡന്റ് ആണ് സംഭവിച്ചത്? ആ ആക്സിഡന്റിന്റെ പേരിൽ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് പോലും കൊടുക്കാതെ നിങ്ങൾ ആ നഗരം വിട്ടത് എന്തിനായിരുന്നു? ഇതൊന്നും നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. വേണ്ട. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നെങ്കിലും അറിയണ്ടേ? അറിയണം. സ്വന്തം മനസാക്ഷിയെ ബോധിപ്പിക്കാനെങ്കിലും അതറിയണം. ഹരീഷ് സർ, കം. പേര് പറഞ്ഞാൽ ഒരുപക്ഷെ വക്കീലിന് ഓർമ്മ കാണും. വിനോദ്, ഡോക്ടർ വിനോദ് ഭാസ്കർ. ഇദ്ദേഹം വക്കീലിന്റെ സഹോദരി പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജിലെ ലെക്ചറാണ്. ബാംഗ്ലൂരിൽ നടന്ന കൊലപാതകം നേരിൽ കണ്ട പ്രധാന സാക്ഷി. ഡോക്ടർ വിനോദിന്റെ തിരോധാനമാണ് ആ കേസ് അന്വേഷണം അന്ന് വഴിമുട്ടാൻ കാരണം. കേരള ബോർഡറിൽ കാശു കൊടുത്താൽ ആരെയും ഭ്രാന്തനാക്കുന്ന ഒരു മാനസികാശുപത്രിയുടെ സെല്ലിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു ഈ പാവത്തിന്. തിരുവമ്പാടി മാധവൻ എന്ന റാസ്കൽ. ഞാൻ കണ്ടെത്തിയപ്പോ ഈ പാവത്തിന് ആദ്യം അറിയേണ്ടിയിരുന്നത് നിങ്ങളുടെ സഹോദരി അശ്വതിയെക്കുറിച്ചായിരുന്നു. ആ അന്വേഷണം വന്നു നിന്നത് ഈ മുറ്റത്ത്. അന്ന് അരുൺകുമാറിന് വേണ്ടി വാദിക്കാൻ വന്നത് അശ്വതിയുടെ ബ്രദറായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അരുൺകുമാർ കൊലക്കേസുമായിട്ട് അശ്വതിക്ക് എന്താ ബന്ധം? അശ്വതിക്കുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് കാർത്തികിനെ കുറിച്ച് അറിയണം. കാർത്തികിന്റെ ഏട്ടൻ ദേവനെ കുറിച്ച് അറിയണം. ദേവൻ? അതെ, ദേവൻ നിങ്ങളുടെയൊക്കെ ശത്രുവായിരിക്കാം. അത് ദേവനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാത്തതുകൊണ്ട്.
ഞാനും ദേവനും ഒന്നിച്ച് കളിച്ചു വളർന്നവരാ. അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട ദേവന് ആകെ ഉണ്ടായിരുന്ന ബന്ധം അനുജൻ കാർത്തിയായിരുന്നു. അവനെക്കുറിച്ച് പറയുമ്പോ 100 നാവ ദേവന്. അവനെ ഒരു ഡോക്ടർ ആക്കണമെന്നായിരുന്നു ദേവന്റെ ആഗ്രഹം. പക്ഷേ അവനോ ആഹാ കലക്കി. ഏയ് ലുക്ക് സാനു, നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്റെ ഏട്ട കണ്ട ഞെട്ടുട്ടോ. കള്ളി. ഇതൊക്കെയായിരുന്നു അവന്റെ സ്വപ്നങ്ങൾ. പക്ഷേ അതിനുവേണ്ടി അധ്വാനിക്കാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല. അലസൻ, കുഴിമടിയ. ഏട്ടനോട് പറ്റിച്ചേർന്ന് എവിടെയെങ്കിലും കിടക്കാനും ഏട്ടന്റെ തണലിൽ കഴിയാനുമായിരുന്നു അവന് താല്പര്യം. ഒടുവിൽ ഞാൻ പഠിപ്പിച്ചിരുന്ന ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ പണത്തിന്റെ സ്വാധീനം കൊണ്ട് ദേവൻ അവന് വേണ്ടി ഒരു അഡ്മിഷൻ ശരിപ്പെടുത്തി. അത് പറയരുത്, അത് മാത്രം എന്നോട് പറയരുത്. മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ നിന്നും മൈസൂർ മെഡിക്കൽ കോളേജിൽ നിന്നും എന്നെ പിടിച്ച് പുറത്താക്കിയത് എന്റെ കുഴപ്പം കൊണ്ടല്ല. എന്റെ പ്രിൻസിപ്പൾസുമായി അവിടുത്തെ പ്രിൻസിപ്പാൾസിന് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രോബ്ലം. ഏട്ടാ, അവര് പറയുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ചെല്ലണം, പഠിക്കണം, പരീക്ഷ എഴുതണം എന്നൊക്കെ പറഞ്ഞാല് കാശ് നമ്മളാ കൊടുക്കണേന്ന് ഓർക്കണേ. എന്താണിത്, വെള്ളരിക്കാ പട്ടണോ? നമുക്ക് വേണ്ടത് ഫ്രീഡമാണ്. 1947 നമ്മുടെ മഹാത്മജി കഷ്ടപ്പെട്ട് നമുക്ക് നേടി തന്നിട്ടുണ്ട്. ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡിയാത്രയും ഉദ്ദേശിച്ചത് അതാണ്. ഇടാ, മരിച്ചുപോയ നമ്മുടെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു എന്നെ ഒരു ഡോക്ടർ ആക്കണമെന്ന്. നിന്നെ വളർത്താനും പഠിപ്പിക്കാനും വേണ്ടി ഞാനത് ഉപേക്ഷിച്ചു. ഞാൻ എന്നെ കാണുന്നത് നിന്നിലൂടെയാണ്. എന്റെ സ്വപ്നമാണ് നിന്നെ ഡോക്ടർ ആക്കണമെന്നത്. എനിക്കുമല്ലേ സ്വപ്നങ്ങള്? ഏട്ടൻ അറിഞ്ഞൂടെ എന്റെ സ്വപ്നങ്ങള്? വലിയ കളിക്കാരുടെ പടത്തിൽ നിന്റെ തല വെട്ടിയോട് ചാളാവുന്നതാണോ സ്വപ്നം? എന്റെ ദേവ, ഒരു ഡോക്ടർ ആവാനുള്ള പേഷ്യൻസ് അവനില്ല. ഡോക്ടർ ആയിട്ടല്ലേ പേഷ്യൻസ് ഉണ്ടാവുക? അയ്യോ, പേഷ്യന്റ് അല്ല, പേഷ്യൻസ്, ക്ഷമ. നീ വിചാരിച്ചാലേ അതൊക്കെ അവനുണ്ടാവും. നിന്നെ അവന് വലിയ പേടിയാ. പേടി? എനിക്ക് അവനെ പേടി. പിന്നെ നീ ഒരു കാര്യം അവനോട് പറഞ്ഞേക്കണം, ദേവി ഇത് ഇവിടെ വന്നെ പാക്കരാന്ന് വിളിക്കരുതെന്ന്. വിളിക്കില്ല, ഉറപ്പ്. പിന്നെ പാക്കര, നിന്റെ 2 കണ്ണ് എപ്പോഴും അവന്റെ മേലുണ്ടാവണം കേട്ടോ. അപ്പൊ എന്റെ ആവശ്യത്തിന് ആര് കണ്ണു തരും? പാക്കര, എന്റെ വേദന നിനക്ക്. എന്റെ ദേവ, ഇത് നീ എന്നോട് 1000 വട്ടം ആവർത്തിച്ച കാര്യല്ലേ? നീ നിന്റെ അനുജൻ ഇങ്ങോട്ട് അയക്കുന്നു, തല്ലിപ്പഴിപ്പിച്ചൊരു ഡോക്ടറാക്കി ഞാൻ അങ്ങോട്ട് അയക്കുന്നു. പോരെ? മതി, ഓക്കെ. എന്റെ ഏട്ടൻ ഒരു കോഴിക്കുഞ്ഞാണ്. അയ്യോ, അതെ, എന്താന്നറിയോ, തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങൾ നോക്കും പോലെ നിങ്ങൾ എന്റെ ഏട്ടനെ നോക്കണം. ഞാനില്ലാത്ത എന്റെ വിടവ് നിങ്ങൾ വേണം നികത്താൻ. ഒരം നിറഞ്ഞു നിൽക്കുന്ന ഏട്ടനെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൈ പിടിച്ച് ഏൽപ്പിക്കുമ്പോഴേ ഈ അനിയന്റെ ഉള്ളിൽ തീയല, അല്ല ഉള്ളിൽ തീയ. രാഹുകാലത്തിന് മുമ്പ് പോവാൻ നോക്ക്. ഒന്നിങ്ങോട്ട് വന്നേ. പിന്നെ ശങ്കരേട്ടാ, എനിക്ക് ഒരാളെ വിശ്വാസമുള്ളൂ, എന്റെ ശങ്കരേട്ടനെ. അറിയാം മോനെ, ഏട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാം. അതൊക്കെ ഓക്കെ. എല്ലാ മാസം 1-ാം തീയതി എന്നെ ശങ്കരേട്ടൻ എന്റെ പോക്കറ്റ് മണി അയച്ചേക്കണം, അല്ലെങ്കിൽ പട്ടിണി കിടന്ന് എന്റെ നട്ടലോട്ടി പിടിക്കും. ഒന്ന് ചെല്ലാൻ നോക്ക്. ഏട്ടാ സമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, ഉഴപ്പരുത്. അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ ഒന്ന് പഠിച്ച് നന്നായി കണ്ടാ മതി. എനിക്കും അതെന്നെ. വരട്ടോ. ഞാനും വരണോ ബാംഗ്ലൂർക്ക്? കണ്ണ് നിറഞ്ഞിരിക്കുന്നു. എന്റെ കണ്ണൊന്നും നിറഞ്ഞിട്ടില്ല. നിറഞ്ഞു കണ്ണീര് ഒളിപ്പിച്ചു വെക്കാ. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? ഞാൻ 2 ദിവസം കഴിയുമ്പോ ഇങ്ങോട്ട് വരില്ലേ? എന്ത് 2 ദിവസം കഴിയുമ്പോ വരില്ലേ? എന്താ അരിച്ചാക്കെടുത്തിരുന്ന പോലെ. ബൈ ബൈ. സൂക്ഷിച്ചൊക്കെ പോടാ, എന്നെ തട്ടിക്കൊണ്ടു പോകണം. ഓക്കെ ഏട്ടാ, ബൈ.